and welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഡബിൾ യൂസ് ഉള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രീസ് എന്ന് പറഞ്ഞ കളക്ഷനിലത്തെ കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ. ഇതിൽ 3 പ്രോഡക്ട്സ് ആണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒക്കെ അഫോർഡബിൾ ആണ്. ഈ 2 പ്രോഡക്റ്റ് 299 മാത്രമേ വരുന്നുള്ളൂ. ഇത് മാത്രമാണ് 349 വരുന്നത്. ഇത് മസ്കാരയാണ്. ഇതിന് മാത്രം കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ബാക്കി എല്ലാം അണ്ടർ 500 തന്നെയാണ് അതിലത്തെ റേഞ്ചിലത്തെ എല്ലാ പ്രോഡക്ട്സും വരുന്നത്. ഒക്കെ അഫോർഡബിൾ ആണ്. നമുക്ക് ഇത് എങ്ങനെ പെർഫോം ചെയ്യുന്നതും കൂടി നോക്കാം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒന്നും ഇതുവരെ. വീഡിയോയിൽ ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഒന്നും ഓപ്പണും കൂടി ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ വെച്ചേക്കാണ്. സീലും ഒക്കെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഒന്നും തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിലൊക്കെ ഡബിൾ യൂസസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന്റെ പ്രൈസിൽ നിങ്ങൾക്ക് 2 പ്രോഡക്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് തുറന്നു നോക്കാം, യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേത് ഫസ്റ്റ് യൂസ് ചെയ്യണം? ഇവിടെ തന്നെ തുടങ്ങാല. ഇത് ഐലൈനർ ആണ്. ഐലൈനർ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂ ആണ്. ഇത് ഹൈ പിഗ്മെന്റേഷൻ സ്മഡ്ജ് പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്. വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നത്. പ്രിസിഷൻ ടിപ്പ് വിങ് സ്റ്റാമ്പ്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് വരുന്നത്. നല്ല ബ്ലൂ ആയിട്ടുള്ള നല്ല ക്രേസി ആയിട്ടുള്ള പാക്കേജിങ് ആണ് കേട്ടോ. നല്ല പാക്കേജിങ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. കളർ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. നമുക്കൊരു വിങ് ലൈനർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാമ്പ് വരുന്നുണ്ട്. ഇത് നോക്കട്ടെ. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രോഡക്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു ഇപ്പുറത്തുനിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ട് എങ്ങനെയാണ് ഇവിടെ വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കണ്ണാട വേണം. ഞാൻ ഇപ്പോൾ വരാം. നമ്മുടെ കണ്ണാട വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഈ സൈഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്റ്റാമ്പ് എടുത്തിട്ട് നമുക്കിതൊന്ന് വരച്ചു നോക്കാം. ഈ സൈഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ണ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഒന്നുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിങ്ങാണ് ഇഷ്ടം. ഇതിൽ കണ്ടോ ഇച്ചിരി പോയിന്റ് മുകളിലേക്കൊക്കെ ആയിട്ടാ പ്രിന്റ് വന്നത്. എനിക്കത് വെച്ചതിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിങ്ങാ ഇഷ്ടം. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വര വരയ്ക്കാറ് പതിവ്. നിങ്ങൾ വിങ് ലൈനർ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ബട്ട് എനിക്കത് അത്ര വലിയ യൂസ്ഫുൾ അല്ല. എനിക്കത് സിമ്പിളായിട്ടൊരു വര വരച്ച് കൊടുത്താൽ എനിക്ക് നല്ല സിമ്പിളാണ്. ഐലൈനർ വെച്ചിട്ട് ഒരു വര വരച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കും എനിക്ക് താല്പര്യമുള്ളതിനനുസരിച്ച്. അപ്പോൾ ഇതെനിക്ക് ഈ എഫക്റ്റ് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പം നിങ്ങൾക്ക് വിങ് ലൈനർ തീരെ യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ അപ്പുറത്തേയും കൂടി ഒന്ന് ചെയ്യട്ടെ. ഇങ്ങനെ തന്നെ ഈ സൈഡ് കേട്ടോ. എനിക്കിത് പിന്നും ഇഷ്ടമായി കേട്ടോ. ഇതിനേക്കാളും ഇത് കുറച്ച് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ചിലപ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ ആവുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈനാണ് കേട്ടോ. ബട്ട് അത് മുക്കഭാഗമുള്ളൂ. എനിക്ക് ആ ടിപ്പ് ഇല്ല. കാണാൻ പറ്റുന്നോന്ന് അറിയില്ല. ഇവിടെ വെച്ചിട്ട് നല്ലൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇഷ്ടം. അപ്പം അതിനൊന്നും കൂടി ഇച്ചിരി ഞാൻ ഇത്രയും ചെയ്താൽ ഓക്കെ ആണ്. എനിക്ക് ഇങ്ങനത്തെ വിങ് ലൈനാണ് ഇഷ്ടം. ഇതിനെ ഞാൻ ഇച്ചിരി കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കാണിച്ചിട്ടാണ് കണ്ടേ. ഇനി ഇങ്ങനത്തെ വിങ് ലൈനറാണ് കേട്ടോ ഇങ്ങനത്തേക്കാളും ഇഷ്ടം. പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ ഐ തിങ്ക് ഇത് ഓക്കെ ആയിരിക്കും. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഗ്ലിറ്ററി ആണ്. ഉണങ്ങിയിട്ടും ഒരു തിളക്കം നിൽക്കുന്നു. എനിക്ക് ഐലൈനർ കുറച്ചുകൂടി മാറ്റ് ആയിട്ടുള്ള ഐലൈനറാണ് ഇഷ്ടം. ഇച്ചിരി ഗ്ലോയി ആയിട്ടുള്ള ഐലൈനർ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്കതും ഇത് ഇഷ്ടമാവും. ബട്ട് എനിക്ക് ഈ ഒരു ഗ്ലോയി ലുക്ക് ഇഷ്ടമല്ല. ഒരു ചെറുതായിട്ടൊരു ഗ്ലോയി ലുക്കാണ് തരുന്നത്. കണ്ടോ ഐലൈനർ തിളങ്ങുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാറ്റ് ആയിട്ടുള്ള ഐലൈനറാണ് ഇഷ്ടം കേട്ടോ. നമുക്കിത് സ്മഡ്ജ് പ്രൂഫ് ആണോ നോക്കാം. ഒന്നുമില്ല, യെസ് സ്മഡ്ജ് പ്രൂഫ് ആണ് കേട്ടോ. സ്മഡ്ജ് പ്രൂഫ് ആണ്. ബട്ട് ഞാനത് ഇങ്ങനെ ആക്കിയോടുകൂടി എന്താണെന്നറിയില്ല, ഒന്നും പോന്നിട്ടൊന്നുമില്ല. ബട്ട് മാറ്റായി. ഇത് മാറ്റായി കേട്ടോ. നിങ്ങൾക്ക് ഗ്ലോയും മാറ്റും കണ്ടോ. ഇത് മാച്ചായി, ഇത് ഗ്ലോയി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സ്മറഡ് ചെയ്താൽ മതിയല്ലോ. നോക്കട്ടെ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഗ്ലോസ് അതിൻ്റെ മുകളിൽ നിന്ന് പോകണമെന്നാണോ അറിയില്ല. ഉണ്ടോ മാറ്റായി പ്രൊഡക്റ്റ്. അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടമായി. അപ്പം അതാണ് ഫിനിഷ് വരുന്നത്. ഞാനൊരു വെറ്റായിട്ടുള്ളൊരു വൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ കൂടെ പോരുന്നുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും അല്ല കേട്ടോ. വാട്ടർ പ്രൂഫും അല്ല. ബട്ട് ബാക്കിയൊക്കെ ഓക്കെയാണ്. കളഞ്ഞത് ഞാൻ ഒന്നുകൂടെ ഒന്ന് തേമ്പട്ടെ.
നെക്സ്റ്റ് നമുക്ക് ഐസ് തന്നെ ചെയ്താലോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ക്രേസ് ദ റേഞ്ചിൽ തന്നെ ഡുവോ മസ്കാരയാണ്. വോള്യൂമൈസ് ആൻഡ് ഇലോങ്കേറ്റ് ലാഷസ്. വോള്യൂമൈസ് കുറച്ചുകൂടി വോള്യൂം കെട്ടുന്നു, ഇലോങ്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നീളം ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഇത് പൊളിക്കട്ടെ. വന്നു. നല്ല പാക്കേജിങ്, നല്ല ടീനേജേഴ്സിന് പറ്റിയ പാക്കേജിങ് ഒക്കെയാണ് കേട്ടോ കൊടുത്തേക്കണേ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇവിടെ ഫീൽ ചെയ്യാൻ സാധനം ഉണ്ട്, അത് റിമൂവ് ചെയ്താൽ പോന്നു. നല്ല മാറ്റ് ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഇതും മാറ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു പാക്കേജിങ്, നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ്. സോ ഇതാണ് ഡുവോ മസ്കാര ക്രേസ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഫോർ വോള്യൂമൈസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ എഴുതിയിട്ട് ഫോർ ലെങ്തനിങ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആദ്യം എന്നിട്ട് ഉപയോഗിക്കേണ്ടതാണോ. ഇതിൽ ആസ് സച്ച് ഏതാണ് ഫസ്റ്റ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൽ തന്ന ഓർഡറിൽ തന്നെ നോക്കാം. ഫസ്റ്റ് വോള്യൂമൈസിങ്, ദെൻ ലെങ്തനിങ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വോള്യൂമൈസിങ് ആണ്. അപ്പോൾ ഞാനത് തുറക്കുന്നുണ്ട്. ഓ, ഇങ്ങനെയാണ്. നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, മറിച്ച് ബ്രിസോൾസ് ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു മസ്കാരയുടെ ബോണ്ടാണ് കേട്ടോ. എന്തിൻ്റെ മണം എവിടെയോ കേട്ട് മറന്ന മണം. എന്തായാലും നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. എൻ്റെ ലാഷസ് ഏറ്റവും പൊട്ടയാണ്. എൻ്റെ ലാഷസ് എപ്പോഴും ഉണ്ട്, ലാഷസ് ഉണ്ട്, അത്യാവശ്യം ലാഷസ് ഉണ്ട്. ബട്ട് അത് ഇങ്ങനെ നിൽക്കുള്ളൂ, മുകളിലേക്ക് ആവണമെങ്കിൽ കുറച്ച് പാടാം. അപ്പോൾ ഇത് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിനെന്ത് ചോദിച്ചാൽ അടിയിൽ നോക്കുമ്പോൾ എനിക്ക് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ലാഷസ് ഒന്നും കാണാൻ പറ്റില്ല. സോ എനിക്കറിയില്ല ഞാനാണോ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഇത് ചെക്ക് ചെയ്യാൻ. ബട്ട് നെക്സ്റ്റ് സൈഡ് വരുന്നത് ലെങ്തനിങ് ആണ്. അപ്പം അതിൻ്റെ മസ്കാരയുടെ വോണ്ട് നമുക്ക് നോക്കാം. നല്ല തിന്നായിട്ടുള്ള വോണ്ടാണ് കേട്ടോ വരുന്നത്. എന്തായാലും ലെങ്തനിങ് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഇത് കൊള്ളാട്ടോ. നമുക്ക് എൻ്റെ ലാഷസ് കാണുന്നുണ്ട്. ലാഷസ് കണ്ടു തുടങ്ങിട്ടോ. എനിക്ക് എന്ത് ചെയ്താലും ലാഷസ് എൻ്റെ ഇങ്ങനെ നിൽക്കാറേയില്ല. സ്പെഷ്യലി ലൈനറിൻ്റെ മുകളിലേക്ക് പോവുകയില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു എഫക്റ്റ് ഞാൻ കാണുന്നത്. നല്ല ലാഷസ് നല്ല ലെങ്തനിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല വോള്യൂം ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അറിയില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഐലൈനർ നിങ്ങൾ ബൈ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലാഷസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ലാഷസ് കണ്ടു തുടങ്ങി, നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്ക് ഇതേപോലെ ലാഷസ് ഇങ്ങനെ എൻ്റെ കണ്ടിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ല പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് ലിപ് ഡുവോ നോക്കാം. അതിന് മുന്നായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് മാറ്റാൻ വരട്ടെ. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ് ഡുവോ ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ക്രിയേസിലത്തെ ഡുവോ ലിപ് കളർ മാറ്റ് ഫിനിഷ് ആണ്. ഹൈ കളർ പേ ഓഫ് ആണെന്ന് പറയുന്നുണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. 2 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഡുവൽ ആയിട്ടുള്ളത് വരുന്നത്. അപ്പോൾ ഇതിൽ 2 ഷെയ്ഡ് വരുന്നത് റിച്ച് മാറ്റ് ഫിനിഷ് ആണെന്ന് പറയുന്നത്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല പാക്കേജിങ് ആണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. നല്ല കളർ ഒക്കെ മാറ്റ് ലുക്ക് തന്നെ. ഇതും മാറ്റ് തന്നെയാണ് വരുന്നത്. ഈ 2 ലൈൻ വരുന്നുണ്ട്. ആ ലൈൻ മാത്രം ഇച്ചിരി ഗ്ലോസി ആയിട്ടുള്ള കളറാണ് വരുന്നത്. അതെനിക്ക് തോന്നുന്നു പ്രൊഡക്റ്റിൻ്റെ കളറാണോ? യെസ്, ഐ തിങ്ക് പ്രൊഡക്റ്റിൻ്റെ കളറാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് ഇച്ചിരി ഡാർക്കറാണ്, ഇച്ചിരി ലൈറ്ററാണ്. ഞാൻ കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള കളറാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഷെയ്ഡ് 2 അൾട്ടിമേറ്റ് ന്യൂഡാണ്. 2 ന്യൂഡ് കളേഴ്സാണ്. ഒന്ന് ഡാർക്കർ കളറാണ്, ഒന്ന് ലൈറ്റർ കളറാണ്. അത് കാണാൻ പറ്റും. ഇച്ചിരി ഡാർക്കറാണ്, ഇച്ചിരി ലൈറ്ററാണ്. റൗണ്ട് എഡ്ജാണ് കേട്ടോ വരുന്നത്. അങ്ങനെ തിരിച്ചിട്ട് പ്രോഡക്റ്റ് എടുക്കാം. എന്തോരുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് വരുന്നുള്ളൂ കേട്ടോ. ഇത്രയും ലിപ്സ്റ്റിക് ഉള്ളൂ. അതിൽ ലൈറ്റർ ഷെയ്ഡ് ആദ്യം സ്വാച്ച് ചെയ്യാം. ടൈം ഒന്ന് ചെയ്യാം. ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഒരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാവി ടോൺ ആയിട്ടാണ് എനിക്ക് വരുന്നത്. ലിപ്സ് തേച്ച് നോക്കാം. ഇത് കാണുമ്പോൾ ബ്രൗൺ ആണെങ്കിലും അപ്ലൈ ചെയ്തപ്പോൾ ബ്രൗൺ പോലെ അല്ല കേട്ടോ. എനിക്ക് അവിടെ കളർ ഇഷ്ടമായില്ല. ഞാൻ ബ്രൗൺ പ്രതീക്ഷിച്ചിട്ടാണ്, നല്ലൊരു ബ്രൗൺ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ എൻ്റെ സ്കിൻ ടോണിൽ ഇത് ബ്രൗൺ കളർ തന്നെയാണ്. ബട്ട് എൻ്റെ സ്കിൻ ടോണിലേക്ക് അത് ബ്രൗൺ ആയിട്ട് വരുന്നില്ല. ഇച്ചിരി ലൈറ്റർ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണെങ്കിൽ മേ ബി ഓർ ഡാർക്കർ. എനിക്ക് എന്തായാലും അത് സൂട്ട് ചെയ്യുന്നില്ല. ഈ കളർ എനിക്ക് സൂട്ട് ആവുന്നില്ല. ജസ്റ്റ് ഒരു ലിപ് ലൈനറൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് സൂട്ട് ആക്കാം. അല്ലാണ്ട് എനിക്കിത് സൂട്ട് ചെയ്യുന്നില്ല കളർ. കണ്ടോ, ഇതിൽ കുറച്ചും കൂടി ബ്രൗണിഷ് കളറാണ്. ബട്ട് ലിപ്സിമ വരുമ്പോൾ അത് ഒരു ലൈറ്റ്
പീച്ചിഷ് പിങ്ക് കളർ പോലെ തോന്നുന്നുണ്ട്. ഇഷ്ടമായില്ല. നല്ല മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. പോരാൻ കുറച്ച് പാടുണ്ട്. അത് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ട് ഞാൻ പോരുന്നത്. അപ്പം എന്തായാലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് ഡാർക്കർ ഷെയ്ഡ് ട്രൈ ചെയ്യാം. ഇതെങ്കിലും മാച്ച് ഓൺ വിചാരിക്കാം. ഇത് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാം. ഇത് ഇച്ചിരി ഡാർക്കറാണ്, ബട്ട് അഗെയിൻ ഒരു ബ്രൗൺ ടോൺ അല്ല വരുന്നത്. നമുക്ക് നോക്കാം, ലിപ്സിമ സ്വാച്ച് ചെയ്ത് നോക്കാം. ഇതെനിക്കിഷ്ടമായി. എനിക്ക് പേഴ്സണലി ഈ കളർ നല്ല സൂട്ട് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു വീറ്റിഷ് സ്കിന്നിന് നല്ല സൂട്ട് ആവുന്നത്. ഒരു പിങ്കിഷ് നൂഡ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു ബ്രൗണിഷ് നൂഡെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി ഇൻ മൈ സ്കിൻ ടോൺ. മേ ബി ലൈറ്റർ സ്കിൻ ടോൺ ഉള്ളവർക്ക് മേ ബി അത് ബ്രൗൺ ആയിരിക്കാം. എനിക്ക് എന്തായാലും ബ്രൗൺ അല്ല, ഒരു പിങ്കിഷ് നൂഡ് പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി. മറ്റേ ഷെയ്ഡ് ഡാർക്ക് സ്കിൻ ടോൺ മേ ബി ഇത് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റിച്ചിങ് നമുക്ക് കാണുമ്പോൾ നല്ല ബ്രൗൺ കളറാണ് കേട്ടോ. ഇതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്. ഇതായിരുന്നു കളർ ഞാൻ അപ്ലൈ ചെയ്ത കളർ. സോ അതെന്തായാലും ഡെഫിനറ്റ്ലി എനിക്കൊരു ബ്രൗൺ ആയിട്ട് തോന്നുന്നില്ല, ഒരു പിങ്കിഷ് ന്യൂഡ് പോലെ ഉണ്ട്. ബട്ട് ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായി. ഞാനിപ്പോൾ കുറച്ച് പിങ്കിഷ് ന്യൂഡ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല മാറ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഡ്രൈ ആയി ഫുള്ളായിട്ട് നല്ല ആ ലിപ്സുമലത്തെ ആ വരകളൊന്നും അങ്ങനെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല. സോ അത് നല്ലതാണ്. ഞാൻ യൂഷ്വലി മാറ്റ് പ്രോഡക്ട്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ഇങ്ങനെ വരകൾ എടുത്ത് കാണിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അത് നല്ല തീരെ പോരുന്നില്ല കണ്ടോ. നമ്മൾ ഉരച്ച് കഴിഞ്ഞാൽ പോരുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ നോർമലി ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പോരില്ല. നല്ല മാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായി, ബട്ട് എനിക്ക് മറ്റേ ഷെയ്ഡ് തീരെ ഇഷ്ടമായില്ല. ഫോർമുല ഓവറോൾ നല്ലതാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എന്തായാലും നിൽക്കും. കാരണം അത് പൂരാൻ കുറച്ച് പാടാണ്, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഡെഫിനറ്റ്ലി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. കളർ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം. അഫോർഡബിൾ ആണ്. 299 റുപ്പീസിന് 2 ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട്. ക്വാണ്ടിറ്റി ഇത്ര ഉള്ളതെന്ന് വെച്ചാലും 2 ലിപ്സ്റ്റിക് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഒരു ലിപ്സ്റ്റിക് തന്നെ കിട്ടുന്നില്ല ഇപ്പോഴത്തെ കാലത്ത്. സോ ഡെഫിനറ്റ്ലി അഫോർഡബിൾ ആണ്. നല്ല ക്വാണ്ടിറ്റിയിലുള്ള, അത്യാവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ടീനേജേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ റേഞ്ച് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ ബ്ലഷും ഐ തിങ്ക് ഹൈലൈറ്റർ, ബ്ലഷ് ആ ഒരു ഇതും വരുന്നുണ്ട്. ഐ ഷാഡോവും വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ റേഞ്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് നല്ല അഫോർഡബിൾ റേഞ്ചിൽ ടീനേജേഴ്സിന് പറ്റിയ കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഇവർ ഇറക്കിയേക്കുന്നത്. അപ്പോൾ പാക്കേജിങ് നല്ല സൂപ്പർ ആയിട്ടുള്ള ക്രേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് പറ്റിയ ക്രേസി ആയിട്ടുള്ള പാക്കേജിങ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഫുൾ കളർഫുൾ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ഇതൊരു നല്ല ഗ്രീൻ ആൻഡ് ഷേപ്പ് ഓൾസോ ഈസ് അമേസിങ്. നല്ല ഷേപ്പാണ്. പിന്നെ ഇതിനായാലും ലൈനറിനായാലും നല്ല ബ്ലൂ കളർ, നമ്മൾ എടുത്ത് കാണിച്ച് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കളേഴ്സൊക്കെയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ടീനേജേഴ്സിനൊക്കെ നല്ല രസം ഉണ്ടാവും ഉപയോഗിക്കാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ലതാണ്. ഇത് കുറച്ചും കൂടി ന്യൂഡായിട്ടുള്ള പാക്കേജിംഗ് ആണ്. എൻ്റെ പോലത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാവും. ടീനേജർ അല്ലെങ്കിലും എനിക്കിത് ഇഷ്ടമായിട്ട്, അത് വേറെ കാര്യം. ബട്ട് ഇത് നല്ല പാക്കേജിംഗ് ആണ്. ബട്ട് എനിക്ക് കളർ ഇഷ്ടമായില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഐലൈനർ അപ്ലൈ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഐലൈനർ ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ലൈനർ അങ്ങനെ ഒക്കെയാണ്, ഐലൈനർ ലൈക്ക് വിങ് ലൈനറൊക്കെ ഞാൻ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യുന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ സാധാരണ ഏതെങ്കിലും ഐലൈനർ വാങ്ങിയാലും മതി. പിന്നെ എനിക്ക് സ്പെഷ്യലി ആ ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ് ഇഷ്ടമായി. റബ്ബ് ചെയ്ത് കളഞ്ഞിട്ട് ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്ത് റബ്ബ് ചെയ്ത് കളഞ്ഞ് മാച്ച് ആക്കണ പരിപാടി എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഇതിൻ്റെ ടിപ്പ് കുഴപ്പമില്ല, ബട്ട് ഭയങ്കര തിക്കായിട്ടുള്ള ടിപ്പാണ്. അത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര തിക്കാണ് അതിൻ്റെ ടിപ്പ് വരുന്നത്. അപ്പോൾ ലൈനർ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയിൽ നിന്ന് തന്നെയുള്ള റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലത്തെ വല്ലതും ചെക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ മേബിലിൻ്റെ ലൈനറൊക്കെ ചെക്കൗട്ട് ചെയ്യാം. ഇതിനേക്കാളും നല്ലതാണ്. ബട്ട് നിങ്ങൾക്ക് സ്റ്റാമ്പ് ആയിട്ടുള്ളത്, ലൈക്ക് ലൈനർ സ്റ്റാമ്പ് ആയിട്ടുള്ളതാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾ ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങാം. എനിക്ക് എന്തായാലും ഈ ഷെയ്ഡിൽ ഒരെണ്ണം ഇഷ്ടമായുള്ളൂ, മറ്റേത് ഇഷ്ടമായേ ഇല്ല. സോ ഡെഫിനറ്റ്ലി ഞാനിത് യൂസ് ചെയ്യുന്നതല്ല. എനിക്ക് ഏറ്റവും ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇത് കൊടുക്കും. എനിക്ക് എന്തായാലും അതിനേക്കാളും നല്ല ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതെനിക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നത് മസ്കാരയാണ്. ഇത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ലാഷസ് അധികം ലെങ്ത് ഇല്ലാത്ത, തിക്കല്ലാത്ത ലാഷസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, സ്പെഷ്യലി തിക്കല്ലാത്ത ലാഷസ് ആണ്. ലെങ്തനിങ് എത്ര അപ്ലൈ ചെയ്തിട്ടും കട എനിക്ക് ലാഷസ് എൻ്റെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമാണ്. കാരണം ഞാൻ എത്ര മസ്കാര അപ്ലൈ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാഷസ് ഇങ്ങനെ വീഴും, അങ്ങനെ കയറി നിൽക്കാറില്ല.
ബട്ട് ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട്. എനിക്ക് ലാഷസ് എൻ്റെ കാണുന്നുണ്ട്, അതന്നെ വലിയ കാര്യം. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ച് ലാഷസ് തന്നെക്കാളും കൂടുതൽ കുറച്ചും കൂടി മടങ്ങി കിടക്കുന്ന ലാഷസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് നല്ല സൂപ്പറായിട്ട് നിൽക്കും, നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് ലൈനറും കൂടി ഉള്ള കാരണമാണ് കാണാത്ത, അല്ലെങ്കിൽ എൻ്റെ നല്ല ലാഷസ് നല്ല ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് ഇത് യെസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ ഡെഫിനറ്റ്ലി മസ്കാര ഡുവോ ട്രൈ ചെയ്യാം കേട്ടോ. ഇത് നല്ല ഹെൽപ്ഫുൾ ആണ് എനിക്ക്. അപ്പോൾ ഈ 3 പ്രോഡക്ട്സിന്റെ റിവ്യൂ എന്ന് പറയുന്നത് അതാണ്. ഈ റേഞ്ചിൽ ഇനിയും പ്രോഡക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റിവ്യൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. എന്തെങ്കിലും പ്രോഡക്ട്സ് ഞാൻ ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇന്ന് ഞാൻ കാണിച്ച എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക് അടിയിൽ കമന്റ് സെക്ഷനിൽ ഞാൻ പിന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ചെക്ക് ഔട്ട് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ച് കൊടുക്കുക. ലൈക്ക് അടിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി അറിയാം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഇഷ്ടം എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.